പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാഞ്ഞിരപ്പള്ളി കൃപ ത്രെഡ് ഹൗസിൽ തയ്യലിനോടനുബന്ധിച്ചുള്ള 3 ഐറ്റംസുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. വളരെ നമുക്ക് പ്രയോജനകരമായ രീതിയിലുള്ള 3 ഐറ്റംസ്. ഇതിപ്പോൾ ഒന്ന് കാണുന്നത് സ്റ്റിച്ച് റിമൂവർ. ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡിലാണ്, കാരണം കുറേ സമയം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്യാനുള്ള സാധനമുണ്ട്. അതുകൂടാതെ നമുക്ക് സൂചി നൂല് കയറ്റുന്ന ആ സാധനം ഇതിൻ്റെ അകത്ത് ഈ രണ്ടിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതുകൊണ്ട് ബട്ടൺ ഹോളൊക്കെ കീറാവുന്നതും സ്റ്റിച്ച് അഴിക്കാവുന്നതുമായിട്ടൊരു സാധനം. അത് ഇച്ചിരി വലിയ സാധനമാണ്. അപ്പോൾ നമുക്ക് കയ്യിലൊരു പിടി കിട്ടും. പിടിച്ച് മറ്റേ സാധാരണ നമ്മൾ ചെറുത് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ ഗുണകരമായ രീതിയിലുള്ള ഒന്നാണ്. മൂന്നാമത് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഈ സാമ്പിൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത്, അതായത് സ്കെച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചോക്ക് കൊണ്ട് വരച്ചെടുക്കുകയും ചെയ്യാം. ആ വരയ്ക്കുമ്പം തന്നെ അത് അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോവുകയും ചെയ്യും. ഏറ്റവും പുതിയൊരു ഐറ്റംസാണ്. ഇതിൻ്റെ നമുക്ക് പെൻസിലിൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് വരുവാണ്. അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഈ പെൻസിൽ പേപ്പർ കട്ടർ പോലെ തന്നെ പേപ്പർ കട്ടറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അത് തേഞ്ഞ് തീരുന്നതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് ഉയർത്തി വിടുകയും ചെയ്യാം, വരയ്ക്കുകയും ചെയ്യാം. അതിലുപരി ആ മാർക്ക് നമുക്ക് അയൺ ചെയ്യുമ്പോൾ തേപ്പൂട്ടിയുടെ ചൂട് കൊണ്ട് മാഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ 3 ഐറ്റംസ് ഉണ്ട്. നമുക്കിതിൻ്റെ ഗുണകരമായ രീതികളെ പറ്റിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എത്രത്തോളമാണ് ഇത് ഇതുപോലൊരു ചെറിയൊരു ബോക്സിൻ്റെ അകത്താണ് വരുന്നത്. ഇങ്ങനെ പെൻസിലിൻ്റെ ഇതുപോലെ തന്നെ. അപ്പം ഇത് നമ്മൾ ഓരോന്ന് തീരുന്നതനുസരിച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി ഇട്ടാൽ മതി. ഒരു കവറും അതും ഒരു പാക്കിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് ആ ഒരു ഐറ്റംസ്. ഇത് സ്റ്റിച്ച് ഇങ്ങനെ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ഗുണകരമാണെന്ന് നമുക്ക് ഇപ്പോൾ ഒരു പോക്കറ്റ് അടിച്ചിട്ടുണ്ട്, ബട്ടൺ ഹോളും അടിച്ച് നമുക്കിപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബട്ടൺ ഹോൾ കീറാനും അഴിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിമൂവർ ഇതാണ്, ചെറുത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു കയ്യിലൊരു പിടിയില്ലെങ്കിൽ, വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് കീറിപ്പോവും. ബട്ടൺ ഹോളൊക്കെ അടിച്ച് കീറിപ്പോവും. ഈ പുതിയ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതിന് വെച്ച് നീളം കൂടുതലാണ്. പിന്നെ ബട്ടൺ ഹോൾ കീറുമ്പം കണ്ടോ വളരെ സോഫ്റ്റായിട്ട് കീറിപ്പോവും. ഈ തള്ളവിരൽ കൊണ്ട് നമുക്കൊന്ന് അടുപ്പിച്ച് പിടിക്കാനുള്ള ഒരു പിടി അതിലുണ്ട്. അതപ്പോൾ എനിക്കധികം വളരെ ഗുണകരമായിട്ട് തോന്നി. കണ്ടോ, നമുക്കങ്ങനെ പിടിക്കുമ്പം ഇത് വളരെ ഇതായിട്ട് തോന്നും. നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടും. ഹോള് കീറി വിടുമ്പോൾ നമുക്ക് അതിനെ മുന്നോട്ട് പോകാതെ നിൽക്കുക. എപ്പോഴും ഹോള് കീറുമ്പോൾ നമ്മൾ ആ ചുമല സൈഡ് ആ മാർക്കിയിരിക്കണം മുൻവശത്താക്കിയേ പിടിക്കാവുള്ളൂ. മറ്റേ നീളം കൂടി അടിയിലോട്ടിട്ട് കീറുമ്പോൾ കീറിപ്പോയി. ഇത് ചെറുതാകുമ്പോൾ നമുക്ക് അങ്ങനെ തള്ളവിരൽ കൊണ്ട് പിടിക്കാനുള്ളൊരു പിടി കിട്ടത്തില്ല. ഇപ്പോൾ ഒന്ന് നോക്കി, കണ്ടോ, നമുക്ക് ഒരു വശം കിട്ടും പിടിച്ചെന്ന് കീറാൻ. പിന്നെ അഴിക്കാനാണെങ്കിൽ തന്നെ കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിക്കാം. ഞാനത് ഒരു പോക്കറ്റ് അടിച്ചിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. കണ്ടോ എത്രത്തോളം വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ അടിയിലിരിക്കുന്ന തുണി കീറിപ്പോകാതെ തന്നെ നമുക്ക് അഴിക്കാൻ സാധിക്കുന്നതാണ്. 2 സൈഡിലോട്ട് ഞാൻ ഇട്ട് നോക്കി. 2 സൈഡിലും അത് വളരെ ഇതായിട്ട് തോന്നി. നോക്കാം, തുണി ഒട്ടും കീറുന്നില്ല. നോക്കാം, നമുക്ക് ആ പോക്കറ്റ് ഞാൻ സ്റ്റിച്ച് അഴിച്ച് നോക്കി. അഴിച്ച് നോക്കുമ്പോൾ ചെറുതും വലുതുമായ രണ്ടും നമുക്ക് ഇട്ട് അഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഗുണകരമായിട്ടുണ്ടെങ്കിൽ ചെറുതിൻ്റെ നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ തുണി മുറിയോ ഇല്ലെന്ന് അതും ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒട്ടും തുണി ഡാമേജ് ഇല്ല. ഒരു സൈഡ് അഴിച്ചിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, തുണി ഒട്ടും ഒരു ഡാമേജ് വന്നിട്ടില്ല, കിഴിഞ്ഞിട്ടില്ല. ചെറുത് വെച്ച് നമുക്കൊന്ന് അഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചെറുതിൻ്റെ ഇതിൽ നമ്മൾ വളരെ നോക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന കണ്ടോ, ചെറിയൊരു കിഴുത്ത് വീഴുന്നുണ്ടോ, തുണി ഡാമേജ് ആകുന്നതുണ്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുത് തന്നെയായിരുന്നു, എങ്കിലും പുതിയൊരു ഐറ്റംസ് വന്നപ്പം നിങ്ങളെ ഞാനൊന്ന് കാണിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം, പോക്കറ്റ് അഴിച്ചെടുത്ത് നോക്കാം. 2 സൈഡിലോട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ ആ പിടിയുടെ ഗുണമാണ്. അത് ആ കൈ നമുക്ക് പിടിക്കാനുള്ളൊരു പിടി കിട്ടുന്നതുകൊണ്ടാണിത്. പിന്നെ ഉള്ളതാണിത്. ഇത് സ്കെച്ച് ഇടുന്ന കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആ സ്കെച്ച് ഇടുന്ന എത്രത്തോളം ആണെന്ന് നമുക്ക് നോക്കാം. കോളറിൻ്റെയും പോക്കറ്റിൻ്റെയും ഒരു സ്കെച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് നോക്കാം. ഇത് മാഞ്ഞു പോവോ ഇല്ലയെന്നൊന്നും അറിയണമല്ലോ. നമുക്ക് നോക്കാം. പോക്കറ്റിൻ്റെ ഒരു സ്കെച്ച് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ സ്കെച്ചൊക്കെ എടുക്കാൻ നേരം ഇങ്ങനെ സാമ്പിൾ ഇട്ട് വരയ്ക്കാനാണ്. പിന്നെ രണ്ടാമതൊന്നും കൂടെ ഒക്കെ ഒന്ന് വരച്ച് നോക്കണേലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അയൺ ബോക്സിൻ്റെ ചൂട് കൊണ്ട് ഇത് മാഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് വരച്ച് നോക്കണം എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു പോക്കറ്റിൻ്റെ സ്കെച്ചും ഒരു കോളറിൻ്റെ സ്കെച്ചും നമുക്ക് സാമ്പിളായിട്ടൊന്ന് വരച്ച് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി ഒരു കോളറിൻ്റെ സ്കെച്ച് കൂടെ ഒന്ന് വരച്ച് നോക്കാം. കോളറിൻ്റെ ഒരു പാറ്റേൺ വരച്ചിട്ട് നമുക്കത് അയൺ ബോക്സ് വെച്ച് നോക്കണം. ഈ ചോക്കുപാട് മാഞ്ഞു പോകുമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. അപ്പം സ്കെച്ച് വരയ്ക്കുക. അതിൻ്റെ സൈഡിലോട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് തേഞ്ഞ് തീരുമ്പം നമുക്ക് 2 വരയും കൂടെ ഒന്ന് കൊടുത്ത് നോക്കാം. കാരണം
അയൺ ബോക്സ് വെക്കുമ്പോൾ ഇത് മായോ ഇല്ലേ നമുക്കൊന്ന് അറിയണമല്ലോ. ചൂടാക്കി നോക്കാം, ഒന്ന് നോക്കാം. അപ്പം അയൺ ബോക്സ് വെച്ച് നമുക്കൊന്ന് നോക്കാം എത്രത്തോളമാണ് ഇത് കമ്പനി അവകാശപ്പെടുന്നതെന്ന് നോക്കാം. അയൺ ബോക്സ് ചൂട് കൂട്ടി ഒന്ന് തേച്ച് നോക്കാം നമുക്കല്ലേ. ഓക്കെ, കണ്ടോ, അത് വളരെ ഈസി ആയിട്ട് തന്നെ മാഞ്ഞു പോകുന്നുണ്ട്, ഈസി ആയിട്ട് തന്നെ മായുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ സത്യമാണ്. നമുക്ക് നമ്മുടെ ഒരു ഉപയോഗത്തിൽ വളരെ ഇത് പിന്നെ ഞാൻ ആ സ്റ്റിച്ച് റിമൂവറിൻ്റെയും നൂല് കോർക്കുന്നതിനും കാണിച്ചു. അതിൻ്റെ പിൻവശത്തായിട്ടൊരു ബോക്സ് പോലുണ്ട്. അതിലൂടെ മെല്ലെ ഒന്ന് അമർത്തി പുറകോട്ട് വലിച്ചെങ്കിൽ 2 സൂചി നമുക്ക് കൈസൂചി അതിലേക്ക് ഇടാൻ കഴിയും. സൂചി നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുത്തി വെക്കുന്നേക്കാൾ നല്ല ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ അതും ഒരു വളരെ ഗുണകരമായ രീതിയിൽ എനിക്ക് തോന്നി. നിങ്ങൾക്കും ഇത് ഉപയോഗപ്രദമെന്ന് തോന്നിയെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക. കാഞ്ഞിരപ്പള്ളി കൃപ ത്രെഡ് ഹൗസിലാണ് ഈ പുതിയ ഐറ്റംസ്